ബംഗ്ലാദേശിലെ ഷേഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയതിനു ശേഷം അവിടെ നടന്ന അഴിഞ്ഞാട്ടത്തിന് കയ്യും കണക്കുമില്ല. ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ കൊന്നും കൊലവിളിച്ചും മുന്നേറിയ ബംഗ്ലാദേശിന് മുന്നിൽ ഇന്ത്യ ഒരക്ഷരം മിണ്ടിയില്ല. ഈ ഒരു മൗനത്തിൽ വലിയ പ്രതിഷേധം ഈ രാജ്യത്തും ലോകമെമ്പാടും അലയടിക്കുകയുണ്ടായി. ഒടുവിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അടക്കമുള്ള സംഘം ബംഗ്ലാദേശിൽ എത്തുകയും അവരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ RSSന്റെ ഒരു വലിയ മുന്നറിയിപ്പ് എത്തി. ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ച, ഈ സംസാരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന്. ഈ വാർത്തകളെല്ലാം തന്നെ ഞങ്ങൾ ഈ ചാനലിൽ നൽകിയിരുന്നതാണ്. പ്രേക്ഷകർക്ക് അല്പം പിന്നാക്കം പോയി കഴിഞ്ഞാൽ RSSന്റെ ഈ മുന്നറിയിപ്പ് അടക്കമുള്ള വാർത്തകൾ നൽകിയത് മനസ്സിലാക്കാനും കാണുവാനും കഴിയും. ഏതായാലും ആ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പണി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മ്യാൻമാറിൽ തമ്പടിച്ച് ബുദ്ധിസ്റ്റുകളെ കൊന്നൊടുക്കിയ മ്യാൻമാർ സംഘത്തെ ജില്ലകളിൽ നിന്നും തുരത്തി ഓടിച്ച് ആ സംസ്ഥാനം വീണ്ടെടുത്ത ബുദ്ധിസ്റ്റുകളുടെ സായുധ സംഘടനയായ അരക്കൻ ആർമി ബംഗ്ലാദേശിൽ കടന്നു കയറി ബംഗ്ലാദേശിൽ വലിയ തലവേദന മാത്രമല്ല ഭീഷണിയും സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസമായി ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്ന് ഭീഷണിയുടെ സ്വരത്തിലുള്ള യാതൊരു പ്രസ്താവനയും വന്നിരുന്നില്ല. ഏതായാലും ഇന്ത്യ പതുങ്ങിയത് വെറുതെയല്ല എന്നിപ്പോൾ ബോധ്യം ഒരുപക്ഷെ യൂനിസിനെങ്കിലും വന്നു കാണും. ഔദ്യോഗികമായി ബംഗ്ലാദേശ് ഈ അരകൻ ആർമിയുടെ ഈ ആക്രമണത്തെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷെ മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഏതായാലും വലിയ ഒരു നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. അന്ന് ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പായിരുന്നു RSSന്റെ തലമുതിർന്ന പ്രചാരകൻ തന്നെ പറഞ്ഞത് ഈ സംസാരത്തിൽ പ്രശ്നങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ വേറെ വഴി തേടേണ്ടി വരുമെന്ന്. ഏതായാലും ഈ ഹിന്ദുക്കളെയും ബുദ്ധന്മാരെയും ഒക്കെ സംരക്ഷിച്ച് മ്യാൻമാറിൽ നിർത്തിയ ആ അരകൻ ആർമി ഇപ്പോൾ ബംഗ്ലാദേശ് കടന്ന് മുന്നേറുമ്പോൾ ഇന്ത്യ പതുങ്ങിയത് വെറുതെയല്ല എന്ന് ഒരിക്കൽ കൂടി നമുക്ക് കരുതേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.